എനിക്ക് പല്ലുവേദനയാണ് കേസ്. അപ്പം ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകും. അപ്പം എൻ്റെ ഫണ്ട് തരുന്ന ബാങ്കർ ഇതാ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. പൈസ താ, ഞാൻ പോട്ട്. അത്രയാണ്. പല്ല് എടുക്കുമെന്ന് തോന്നുന്നു ഗൈസ്. സ്പോടം കണ്ടുണ്ട്. അപ്പം ഞാൻ പോയിട്ട് വരാം. ഇവരാരും വരുന്നില്ല കേട്ടോ. ഹായ് പറ മടി. ഈ ഇരിക്കുന്ന ആളാണ് കുഞ്ഞവ. നമ്മുടെ വീട് തൊട്ടപ്പുറത്താണ് കേട്ടോ അവളുടെ വീട്. അപ്പോൾ അവൾ നിൽക്കുന്ന ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. അന്നേരം എനിക്ക് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. അത് പക്ഷേ ക്ലീൻ ചെയ്തപ്പോൾ മാറിയിരുന്നു. അപ്പോൾ ഇതും വേറെ പ്രശ്നമൊന്നുമില്ല. ക്ലീൻ ചെയ്താൽ മതിയെന്ന് വിചാരിച്ചെങ്കിലും ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പല്ലിൻ്റെ ദയനീയ അവസ്ഥ ഡോക്ടർക്ക് മനസ്സിലായത്. എവിടേക്കോ കുറേ കൂടുകളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം അതൊന്നെങ്കിൽ റൂട്ട് കനാൽ ചെയ്യണം അല്ലെങ്കിൽ എടുത്ത് കളയണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പല്ലുവേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ടും പല്ലുവേദന വന്നാൽ പിന്നെ അതിന് പരിഹാരം എന്തെങ്കിലും ചെയ്തല്ലേ പറ്റും. ഡോക്ടർ നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു പാവൻ ഡോക്ടറായിട്ടോ. ഡോക്ടർ നോക്കിയിട്ട് അപ്പോഴേ പറഞ്ഞു എൻ്റെ പല്ല് പൊട്ട് ശരിയല്ല, എനിക്കിട്ട് മര്യാദയ്ക്ക് വൃത്തിക്ക് പല്ല് തേച്ചോളാം. ഞാൻ രാത്രി പല്ല് തേക്കാറില്ലായിരുന്നു ഗൈസ്. ശരിക്കും ഞാൻ രാവിലെ മാത്രമേ പല്ല് തേക്കാറുള്ളൂ. പക്ഷേ ഇതിന് ശേഷം തൊട്ട് ഞാൻ രാത്രി നല്ല വൃത്തിക്ക് പല്ല് തേക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. കുടുംബത്തെ ഏകദേശം എല്ലാവരുടെയും ഒന്നെങ്കിൽ പല്ല് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു പാരമ്പര്യമാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇത്രയും നാൾ എനിക്ക് മാത്രം ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും അതും പൂർത്തിയായി. ഇനി എന്തായാലും ഒന്ന് റൂട്ട് കനാൽ ചെയ്യുക, എന്തെങ്കിലും ചെയ്തേ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി അമ്മയെ കണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ അന്നേരം വീട്ടിൽ പോയി. അത്രേ ഉള്ളൂ. ടാറ്റാ.